അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് വേറൊന്നുമല്ല, നമ്മുടെ പുതിയൊരു പ്രശ്നം, അതായത് പലരും ഏറ്റെടുത്ത അല്ലെങ്കിൽ പലരും അതിനെപ്പറ്റി സംസാരിക്കുന്ന ഒരു പ്രശ്നമായ മിസ്റ്റർ അച്ചയൻസ് ഗോൾഡിൻ്റെ മുതലാളിയായ ടോണി വള്ളിയാൽ എന്ന് പറയുന്ന വ്യക്തിയെ ചുറ്റിപ്പറ്റി നടക്കുന്ന ചില പ്രശ്നങ്ങൾ. അതായത് അദ്ദേഹം ശരിക്ക് ചാരിറ്റി ചെയ്യുന്നുണ്ടോ, ചാരിറ്റി ചെയ്യുമ്പോൾ അദ്ദേഹം ശരിക്കാണോ ചെയ്യുന്നത്, അതോ അദ്ദേഹത്തിൻ്റെ ഗുണങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ചുമ്മാ അദ്ദേഹത്തിനെ സ്വയം പൊന്തിച്ച് കാണിക്കുവാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണോ ചാരിറ്റി ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ, പല ചോദ്യങ്ങൾ പലർക്കും അയാളുടെ ഉദ്ദേശശുദ്ധിയെ പറ്റി സംശയമുണ്ട്. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ ആദ്യം സംസാരിക്കേണ്ടത് വേറൊന്നുമല്ല, അയാളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ അയാൾ 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് ഈ ഒരു വിവാദത്തിനാസ്പദമായ ഒരു കാരണമുണ്ടല്ലോ, ഒരു വീടും അവിടുത്തെ ആൾക്കാരുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട് 2 വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. അതായത് ഒന്നാമത്തെ വീഡിയോ എന്ന് പറയുന്നത് അയാൾ ആദ്യം ആ വീട്ടിൽ പോയിട്ട് അവർക്ക് ആ വീട് തുറന്നു കൊടുക്കുന്ന ആ വീഡിയോ ആണ്. രണ്ടാമത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, അയാൾ ആ വീട്ടിൽ ഈ ഒരു വിവാദങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം ആ വീട്ടിൽ പോയിട്ട് അവരോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് രണ്ടാമത്തത്. അതിൽ അയാൾ കുറച്ച് ഇമോഷണലായിട്ടും ദേഷ്യം പിടിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. ആദ്യത്തെ വീഡിയോയിൽ അദ്ദേഹം വളരെ എന്താ പറയുക, സന്തോഷവാനായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ വരുമ്പോൾ ആദ്യം തന്നെ അയാളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിനെ പറ്റി പറയണല്ലോ. അപ്പോൾ അതൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു പങ്ക് സമൂഹത്തിൽ ബുദ്ധിമുട്ടുന്നവർക്ക് നൽകുന്നതിനേക്കാൾ പുണ്യം മറ്റൊന്ന് ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. അങ്ങനെയാണ് ആളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ വരെ അയാൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്കറിയാം, ഒരുപാട് പിന്നെ വീഡിയോസ്, അതായത് അതുമായി ബന്ധപ്പെട്ട അദ്ദേഹം പാവപ്പെട്ടവരെ സഹായിക്കുന്നതായിട്ടുള്ള വീഡിയോസാണ് മാക്സിമം ആ ഒരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഹാൻഡിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് സംഭവം വ്യക്തമാണ്, അദ്ദേഹം ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ 41 വീട് അങ്ങനെ ഇങ്ങോട്ട് വെച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്രയത്നത്തിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു പ്രശ്നം വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ആളുടെ ഉദ്ദേശശുദ്ധിയൊക്കെ നല്ലത് തന്നെ, അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളും നല്ലത് തന്നെ, എല്ലാം നല്ലത് തന്നെ. അപ്പോൾ പലരും ചോദിക്കുന്നത്, ഇതിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ വീഡിയോ ഇങ്ങനെ വെച്ചിട്ട്, അതായത് വീഡിയോ കാണിച്ച് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഇട്ട് ചെയ്യുന്നതൊക്കെ ശരിയാണോ, അല്ലെങ്കിൽ ഒരു കൈ ചെയ്യുന്നത് മറുകെ അറിയരുത് എന്നല്ലേ പറയുന്നത്, അതുപോലെ അങ്ങ് ചെയ്താൽ പോരെ എന്നൊക്കെയാണ്. അതൊക്കെ സംഭവം ശരിയാണ്, പക്ഷേ നമുക്ക് ഒരിക്കലും ഒരാളെ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയാൻ പറ്റൂല, ശരിയല്ലേ? ഇപ്പോൾ പറയുമ്പോൾ പലരും വലിയ സഹായങ്ങളൊന്നും ഇല്ലെങ്കിൽ ചെറിയ സഹായങ്ങളൊക്കെ പലരും ചെയ്യുന്നുണ്ടാവും, ഇല്ലേ? ഉദാഹരണത്തിന് സ്വന്തം ബർത്ത്ഡേക്കോ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും വീട്ടിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ അമ്മമ്മ, ഇങ്ങനെയുള്ള ആരുടെയെങ്കിലും മരണസംബന്ധമായിട്ട് അവരുടെ ആ ഒരു ശ്രാദ്ധം, അതായത് ആണ്ട് വരുന്ന സമയത്തൊക്കെ ഒരു ഞാൻ ചെയ്യാറുണ്ട് അതുപോലുള്ള സംഭവങ്ങളൊക്കെ. അതുപോലെ പിന്നെ പാവപ്പെട്ട, അതായത് ചില ഓൾഡ് ഏജ് ഹോമിലൊക്കെ ഭക്ഷണം കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെയുള്ള സംഭവം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്, വലിയ സംഭവം ചെയ്യുന്നതല്ല. അവിടെയും ആൾക്കാർ വീഡിയോ എടുക്കാറുണ്ട്, അത് അവരുടെ ഒരു റെക്കോർഡിക്കലായിട്ട് അവർ സൂക്ഷിക്കാറുണ്ട്, അവർക്ക് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാറുണ്ട്, നമുക്കും അയച്ചു തരാറുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ഇവിടുത്തെ നമ്മളവിടെ പോയില്ല എന്നെങ്കിൽ ആ വീഡിയോ ശരിക്കും നമുക്ക് അയച്ചു തരും. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കിൽ ഇന്ന് ഓൾഡ് ഏജ് ഹോമിൽ പോയിട്ട് എനിക്കിങ്ങനെ ഭക്ഷണം കൊടുക്കാൻ പറ്റി, ഒരു നല്ല കാര്യമായി എന്നൊക്കെ പറഞ്ഞ് നമുക്കും പോസ്റ്റ് ഇടാം. ഓക്കെ, അപ്പോൾ അതുപോലത്തെ ഒരു പോസ്റ്റായിട്ട് നമ്മൾ ഇതിനെ കണ്ടാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇതിൻ്റെ അകത്ത് പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് ടോണി, അതായത് വള്ളിയാളിനെ, അതായത് അച്ചയൻസ് ഗോൾഡിൻ്റെ മുതലാളിയെ അച്ചായൻ എന്ന് വിളിക്കട്ടെ, അതാണ് ഇപ്പോൾ എളുപ്പം. അപ്പോൾ അയാളെ തെറി പറഞ്ഞുകൊണ്ടും അയാളെ വളരെയധികം മോശക്കാരനെ ചിത്രീകരിച്ചുകൊണ്ടൊക്കെ വരുന്നുണ്ട്. അതിനോടൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. കാരണം അതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ പോകുന്നതാണ്. ഞാൻ 2 വീഡിയോയും വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ അയാൾ ചെയ്തതിൽ പല തെറ്റുകളുണ്ട്, അയാൾ പറഞ്ഞതിൽ ചില അബദ്ധങ്ങളുണ്ട്. അതൊക്കെയാണ് ഈ ഒരു വിവാദത്തിന് ആസ്പദമായത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യം അങ്ങേരുടെ വീട്ടിൽ പോയിട്ട് കൊടുക്കുന്നുണ്ടല്ലോ, എന്താ പറയുക, ആ വീട് അവർക്ക് കൊടുക്കുന്നുണ്ടല്ലോ, അതിൻ്റെ വീഡിയോ ഒന്ന് നമുക്ക് നോക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ 31ാമത്തെ വീടാണ് നമ്മൾ പണിതിരിക്കുന്നത്. കാട്ടാക്കട എന്ന് പറയുന്ന സ്ഥലത്താണ്, തിരുവനന്തപുരം കാട്ടാക്കടയാണ് ഇത്. ഈ ചേട്ടനാണ് ഈ മേല കുടിയിലാണ് താമസിക്കുന്നത്. ഇവർ ഒരു 5 കിലോ അരി ഏതോ പള്ളിയിൽ നിന്ന് കിട്ടുന്ന അരി കൊണ്ടാണ് ഇവർ ഒരു മാസം തള്ളി നിൽക്കുന്നത്. ഇവരെ നോക്കാനോ അന്വേഷിക്കാനോ ഇതുവരെ ഇവിടെ ആരും വന്നിട്ടില്ല. നമുക്ക് ഞാൻ എന്നാ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് സമയത്താണ് ജലം പതിക്കുന്നത് അറിയില്ല. ഞങ്ങൾക്ക് ഒരു കുഞ്ഞു വീട് വേണം, അത് സഹായിക്കണം. ഇനി അടുത്ത വരവിൽ നമ്മൾ നല്ലൊരു വീട്ടിൽ ഇവർ കയറി താമസിക്കുന്ന കാണണം. നിങ്ങൾ എന്നോട് ചോദിച്ചു. അപ്പോൾ
അതിൻ്റെ അകത്ത് വേറൊന്നും പറയുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ അവരുടെ ആ പൊളിഞ്ഞു കിടക്കുന്ന ആ ഒരു കുടിലിലേക്ക് എത്തുന്നു. കുടിലിൽ അവരുമായിട്ട് സംസാരിക്കുന്നു. വളരെ പരാധീനതയിലാണ് ആ ഫാമിലി ഉള്ളത്. അപ്പോൾ അവരുമായിട്ട് സംസാരിക്കുകയാണ്. അതായത് ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല, ആരും ഇവിടേക്ക് വന്നിട്ടില്ല എന്നുള്ള ഫാമിലി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അയാൾ അതിനെക്കുറിച്ച് ചോദിക്കുന്നത് മാത്രം. അതായത് അടുത്ത ഇനി നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾ പുതിയൊരു വീട്ടിലേക്കായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ചോദിച്ചു എന്നാണ് ഈ കുടിലിൽ നിന്ന് മോചനം കിട്ടുക എന്ന് അല്ലേ? എനിക്ക് നിങ്ങളെ പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ പുതിയ ഡ്രസ്സ് ഇട്ട് നല്ല മിടുക്കലായിട്ട് വേണം കൊണ്ടുപോകാൻ. സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ താക്കോല് മേടിച്ച് ഞാൻ തുറന്നാൽ മതിയോ? സന്തോഷമായില്ലേ വീട് കണ്ടപ്പം? ഇത് നമുക്ക് ഒരു മുറി, നമുക്ക് അടുത്ത മുറിയിലേക്ക് പോവാം. ബാ, എന്നെ കൊണ്ട് പറ്റാവുന്ന നല്ലൊരു വാർക്ക് കെട്ടണം നല്ല രീതിയിൽ നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ട്. അവിടെ ഒരു സംഭവമുണ്ട്. അതായത് മൂപ്പര് പറയുന്ന സമയത്ത് എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നല്ലൊരു വാർക്ക കെട്ടിടം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്നാണ് മൂപ്പര് പറയുന്നത്. അവിടെ അതൊരു പ്രശ്നം തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാർക്ക കെട്ടിടം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് ലൈഫ് മിഷൻ പദ്ധതി പ്രകാരമുള്ള അതിനകത്ത് നിന്ന് കിട്ടിയ സാമ്പത്തിക സഹായം കൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അദ്ദേഹം ഉണ്ടാക്കി കൊടുത്ത സംഭവമല്ല. എന്നാൽ വീഡിയോ ഒന്ന് ഇൻസ്റ്റാഗ്രാം വീഡിയോയിൽ നമ്മൾ കാണുമ്പോൾ ആള് പറഞ്ഞതനുസരിച്ചിട്ട് ഈ വാർക്ക കെട്ടിടം ലൈഫ് മിഷനെ പറ്റി അതിനെ സംസാരിക്കുന്ന പോലുമില്ല. എൻ്റെ അഭിപ്രായത്തിൽ ആൾക്ക് എന്ത് ചെയ്യാമായിരുന്നു, ഇത് ലൈഫ് മിഷന്റെ ഭാഗമായി കിട്ടിയ, അതിപ്പോൾ നമ്മളിപ്പോൾ ലൈഫ് മിഷന്റെ ഭാഗമായിട്ട് പാസ്സാകാതെ കിടന്ന അല്ലെങ്കിൽ കിട്ടാത്ത സംഭവം അവിടെ പോയി ശരിയാക്കി ഇവർക്ക് കൊടുത്ത് എന്നുണ്ടെങ്കിൽ കൂടിയും നമ്മൾ ഒരിക്കലും പറയണത് അവിടെയാണ് അയാൾ ചെയ്തൊരു തെറ്റ്. ആൾ പറയേണ്ടിയിരുന്നത് ലൈഫ് മിഷന്റെ ഭാഗമായ ഒരുപക്ഷെ അത് കംപ്ലീഷൻ കിട്ടിയില്ല അല്ലെങ്കിൽ പാസ്സായില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ ഒരു ഉദാഹരണം പറയാണ്, അങ്ങനെ ആയിരുന്നുവെങ്കിൽ അത് ഇങ്ങനെ പാസ്സാകാതെ കിടന്നൊരു ഫണ്ട് ഞങ്ങളൊക്കെ ഇടപെട്ട് പാസ്സാക്കി ലൈഫ് മിഷന്റെ പദ്ധതിയിൽ കിട്ടിയ സാമ്പത്തിക സഹായം കൊണ്ട് ഈ കെട്ടിടത്തിന്റെ സ്ട്രക്ചർ വർക്കും അതൊക്കെ പൂർത്തീകരിച്ചു, അതിനുശേഷം ഇന്ന സംഭവം ഞാൻ ചെയ്തു എന്നുള്ള രീതിയിൽ പറയുന്നത്. പക്ഷേ ഇവിടെ അത് മൂപ്പര് പറയാതെ മൂപ്പര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അത് മാസ്ക് ചെയ്തുകൊണ്ട്, അത് ഈ വീടും അദ്ദേഹത്തിന്റെ സഹായം കൊണ്ട് ചെയ്തതാണ് എന്നുള്ള രീതിയിലാണ് ആള് പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് പറ്റിയൊരു തെറ്റാണ്. ബാ, എന്നെ കൊണ്ട് പറ്റാവുന്ന നല്ലൊരു വാർക്ക് കെട്ടണം നല്ല രീതിയിൽ നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ട്. കാണാൻ വഴി വീട്ടിൽ നിന്ന് ഇവിടെ കൊണ്ട് വന്ന നിങ്ങൾ നമ്മളെ ഇവിടെ താമസമാക്കിയും ഒരു പുതിയ കെട്ടിടം തന്ന് സഹായത്തിനും വളരെ ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നത് വരെ ബൈ ബൈ. അച്ചായൻസ് ഗോൾഡ് ഞാൻ നിങ്ങളുടെ സ്വന്തം ടൂളിൽ പോകട്ടെ. ഓക്കെ. അപ്പോൾ മൂപ്പര് അവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരോട് ഒക്കെ പറഞ്ഞ് തിരിച്ചു പോവാണ്. അത്രേ ഉള്ള വീഡിയോ. അപ്പോൾ അതിനകത്ത് വേറെ നമുക്കൊന്നും പറയാനില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അതിനകത്തുള്ള ആ ഒരു സംഭവം ലൈഫ് മിഷന് കിട്ടിയ സംഭവമാണെന്നുള്ള കാര്യം അദ്ദേഹം അവിടെ മാസ്ക് ചെയ്തിട്ടുണ്ട്. അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാതെ പറ്റാൻ സാധ്യതയില്ല. കാരണം അതെന്തൊക്കെയാണെങ്കിലും അത് ആള് പറയേണ്ടത് തന്നെയാണ്. കാരണം ആൾ എന്ത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാലും അയാളുടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അയാളുടെ കഷ്ടപ്പാട് കൊണ്ട് അയാൾ തന്നെ പഞ്ചായത്ത് ഓഫീസിൽ പോയിട്ട് ശരിയാക്കി അവർക്ക് ഫണ്ട് വാങ്ങി കൊടുത്തതാണെങ്കിൽ കൂടിയും അതവിടെ മെൻഷൻ ചെയ്യേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ, ഇങ്ങനെയുള്ള വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അവിടെ ചെയ്യേണ്ടതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് ചെയ്യാതിരുന്നത് മോശമായി പോയി. അതേപോലെ ആ വീഡിയോന്റെ ലാസ്റ്റ് ഇവര് ഇപ്പോൾ വീട്ടുകാരാ പ്രായമായ വ്യക്തി, ആ സ്ത്രീയും എല്ലാവരും വളരെ താങ്ക്ഫുള്ളിയാണ് അയാളോട് പറയുന്നത്. അതായത് വളരെ മികച്ച രീതിയിൽ തന്നെ ആ വീട് ചെയ്തു കൊടുത്തിട്ടുണ്ട്, ഇല്ലയെന്നൊന്നും പറയാൻ പറ്റൂല. നല്ല സുന്ദരമായ ടൈൽസും ആ വീട് നന്നായി പെയിന്റ് ഒക്കെ ചെയ്ത് അവർക്ക് സ്വപ്നം കാണാവുന്നതിൽ, അവരുടെ ആ ഒരു അവസ്ഥ വെച്ചുകൊണ്ട് അവർക്ക് സ്വപ്നം കാണാവുന്നതിലും വലിയൊരു ഒരു കാര്യമാണ് അവർക്ക് നടന്നിരിക്കുന്നത്. അപ്പം അതിലൊരു സംശയമില്ല. കാരണം വെച്ചാൽ ലൈഫ് മിഷൻ വഴി കിട്ടിക്കഴിഞ്ഞാൽ ആ വീടിന് പൂർണ്ണമായിട്ട് ആ ഒരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ അതിനുള്ള ഫണ്ട് കിട്ടൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഒരു വീട് എന്നുള്ളത് മാത്രമാണ് ലൈഫ് മിഷൻ വഴി കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ സംഭവം ശരിയാണ്. അദ്ദേഹം അത് ചെയ്തു കൊടുത്തതിന് അവർ താങ്ക്ഫുൾ ആണ്. ആ വീഡിയോയുടെ പോർഷന്റെ ലാസ്റ്റ് മൂപ്പര് പറയുന്നുണ്ട്, അതായത് എന്താ പറയുക, ആ പ്രായമായ വ്യക്തി അയാൾ പറയുന്നത് ഈ ഒരു വീട് കെട്ടിടം ശരിയാക്കി തന്നതിന് നന്ദി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആളുടെ സംസാരം നമുക്ക് മനസ്സിലാവുന്നത് ഈ വീട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു കൊടുത്തത്, അതായത് ഉണ്ടാക്കിയത് അച്ചായനാണ് എന്നാണ് നമുക്ക് തോന്നുന്നത്. അതൊരു ക്ലാരിറ്റി ഇല്ലാതെ ഒരു ഗ്രേഡ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞെന്നുള്ള ഒരു പക്ഷേ അത് ഈ ഒരു നിലയിലായി കൊടുത്തുകൊണ്ട് ഈ വീടും കിട്ടണം ശരിയാക്കി തന്നതിന് നന്ദി എന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ആ വീഡിയോയിലേക്ക് പോകാം. ആ വിവാദങ്ങൾക്ക് ശേഷം അദ്ദേഹം പൊട്ടിത്തെറിച്ചുകൊണ്ട് അല്ലെങ്കിൽ വളരെ ഇമോഷണലായിട്ട് പ്രതികരിച്ച ആ ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഓക്കെ.
ഇപ്പം നടക്കുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് അറിയോ? നിങ്ങളെ കുറ്റപ്പെടുത്തിയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ തട്ടിപ്പുകാരൻ അല്ലേ? നമ്മൾ പറയില്ല. നിങ്ങൾ പറയില്ല. നിങ്ങളുടെ ഒറ്റ കേസിൽ ഞാൻ തട്ടിപ്പുകാരൻ. 40 വീട് കൊടുത്ത ഞാൻ മണ്ടൻ. 1.5 ലക്ഷം നിങ്ങൾക്കും തന്നു, 3 ലക്ഷം രൂപ മേസ്തിരിക്കും തന്നു. ആണോ? 4 ലക്ഷം രൂപ തന്ന് നിങ്ങൾക്ക് വീട് പണിതോ? അത് ഞാൻ തട്ടിപ്പ് കാണിച്ചിട്ടുണ്ടോ? ടൈലിടണ്ട, വേറെ ഇട്ടാ മതി എന്ന് പറഞ്ഞപ്പോഴും ടൈലിടാനാണോ ഞാൻ നിങ്ങളോട് പറഞ്ഞത്? നിങ്ങളെ വൃത്തിയായിട്ട് തന്നെ ടൈലും ജനലും അടിപൊളിയാക്കി പെയിന്റ് ചെയ്ത് നിർത്താനാണോ ഞാൻ പറഞ്ഞത്? എന്തിനാ പിന്നെ എല്ലാ എന്നെ വേട്ടയാടുന്ന ഈ ഒറ്റ ഇതിന്റെ പേര് വിമർശനങ്ങൾ കേട്ടോ വിഷമിച്ചവനാ ഞാൻ. നിങ്ങൾ പറ അച്ഛാ, ഞാൻ ആത്മാർത്ഥമായിട്ടാണോ നിങ്ങൾക്ക് ചെയ്തു തന്നത്? ഞാൻ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചിട്ടോ? എന്റെ തട്ടിപ്പെന്ന് പറഞ്ഞ് ആൾക്കാർ മുഴുവൻ പറഞ്ഞു നടക്കുമ്പോ നിങ്ങൾ പറ, ഞാൻ ചെയ്തിട്ടുണ്ടോ? 3, 1.5, 4 ലക്ഷം രൂപ കോടതി വേണമെങ്കിൽ ഞങ്ങൾ ഒന്ന് സത്യം തന്നെ പറയും. ഇവര് സത്യം അവര് പറഞ്ഞതാണ് വീഡിയോയ്ക്ക്. ആ വീഡിയോയ്ക്ക് അത് അവര് കട്ട് ചെയ്ത് കളഞ്ഞു. കഷ്ടം. ഇതാണ് ഇതിന്റെ എഗ്രിമെന്റ്. അതായത് ഇവർക്ക് മേസ്തിരിക്ക് 3 ലക്ഷം കൊടുത്തതും ഇവർക്ക് 1.5 ലക്ഷം കൊടുത്തത്, ഇവർക്ക് 1.5 ലക്ഷം കൊടുത്തു, കൂടാതെ 3 ലക്ഷം കൊടുത്തതിന്. അപ്പോൾ ആ വീഡിയോയിൽ മുമ്പ് പറയുന്ന ഒരു സംഭവം ഉണ്ട്. ആ ഫസ്റ്റ് വീഡിയോ ഉണ്ടല്ലോ, അതായത് ഈ ലൈഫ് മിഷന്റെ ഭാഗമായൊരു സംഭവമാണ് എന്ന് പറഞ്ഞ ആ ഒരു വീഡിയോയിൽ ആ ഒരു ഭാഗം ഇവർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന സംഭവം, അതായത് ഇങ്ങേര് ഇങ്ങേരാണ് ഇത് ചെയ്തു തന്നത് എന്ന് പറഞ്ഞ സംഭവം അവരത് കട്ട് ചെയ്ത് കളഞ്ഞു എന്നാണ് ഈ വ്യക്തി, അതായത് അച്ചായൻ, ആരോപിക്കുന്നത്. അതും ഒരു സത്യം തന്നെയാണ് എന്ന് വേണം പറയാൻ. കാരണം അതിൽ മൂപ്പര് പറയുന്ന കാര്യത്തിലും കഴമ്പുണ്ട്. ഈ എഗ്രിമെന്റും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ടാവും. ഒരിക്കലും ഞാൻ കള്ളത്തരം കാണിക്കില്ല. അച്ചായന് കള്ളത്തരം കാണിക്കേണ്ട കാര്യമില്ല. അച്ചായന് ഒന്നുമില്ലായ്മ എന്ന് തുടങ്ങിയതാണ്. കാശ് മുഴുവൻ ഞാൻ പാവം കൊണ്ട് മാറ്റി വെച്ചവനാണ്. ഇനിയും ചെയ്യും. ആരൊക്കെ തടഞ്ഞാലും ചെയ്യും. എന്നെ തടയാൻ പറ്റുന്ന ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത കാണുന്നിടം വരെ ബൈ ബൈ. ഓക്കെ, അപ്പോൾ ആള് പറഞ്ഞു വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആര് തടഞ്ഞാലും ഞാൻ ചാരിറ്റി മുന്നോട്ട് പോകും, അതിനെ ആർക്കും എതിർക്കാൻ പറ്റില്ല എന്നൊക്കെയാണ്. അത് അയാളുടെ ഇഷ്ടം, അദ്ദേഹത്തിന്റെ ഇഷ്ടം തന്നെയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള വേറൊന്നുമില്ല. ആ വീഡിയോന്റെ അവസാന ഭാഗത്ത് മുമ്പ് കുറച്ച് ഓവറായോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കുറച്ചുകൂടി ഒരു ഉത്തരവാദിത്തോടു കൂടി മര്യാദയ്ക്ക് സംസാരിക്കേണ്ടതിന് പകരം കുറച്ചുകൂടി ഓവർ ഇമോഷണലായി. അതെനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞുകൊണ്ടാണോ മൂപ്പരെ അഭിനയിച്ചതാണോ, അല്ലെങ്കിൽ ഒരു വീഡിയോയ്ക്ക് ഒരു പഞ്ച് കിട്ടാൻ വേണ്ടി ഒന്ന് നൈസായിട്ട് പറഞ്ഞാണോ ഒന്നും പറയാൻ പറ്റില്ല. കാരണം എനിക്ക് തോന്നുന്നത് അദ്ദേഹം വീഡിയോയ്ക്ക് ഒരു പഞ്ച് കിട്ടാൻ വേണ്ടി നൈസായിട്ട് കുറച്ച് ഇമോഷണലായിട്ട് അഭിനയിച്ചതുപോലെയാണ്. ഇനിയിപ്പോൾ അതല്ല, അറിഞ്ഞുകൊണ്ട് അറിയാതെ പിന്നെ ഉള്ളിൽ നിന്ന് വന്ന ആ ഒരു രോഷപ്രകടനമാണെങ്കിൽ കൂടിയും അത് വീഡിയോയിൽ അങ്ങനെയല്ല തോന്നുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, അതവിടെ കഴിഞ്ഞു. അപ്പോൾ ഈ 2 വീഡിയോയും പറ്റി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങളെ പറ്റി പറയാതെ വയ്യ. കാരണം ഇദ്ദേഹം എന്തൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയധികം സഹായങ്ങൾ ചെയ്യുക, ഒരുപാട് പേർക്ക് പിന്നെ ഹെൽപ്പ് ചെയ്യുക, വീട് വെച്ച് കൊടുക്കുക, അതുപോലെ ലൈഫ് മിഷനിൽ കിട്ടിയപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റിൽ കിട്ടിയ സംഭവം ആണെങ്കിൽ കൂടിയും അതിന് കൂടുതൽ സഹായം ചെയ്ത് നല്ല വൃത്തിയായിട്ട് ആ വീട് ചെയ്തു കൊടുക്കുക എന്നൊക്കെ പറയുന്നത് വളരെ എന്താ പറയുക, കൈയടിക്കപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അക്കാര്യത്തിൽ അച്ചായനെ എനിക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം വീഡിയോ ഇടുന്നതിനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പലരിലേക്ക് എത്തും, പലരും കാണും. ഒരു പക്ഷേ അദ്ദേഹം ഒരു ഗോൾഡ് നടത്തുന്നതാണ്, പൂർണ്ണമായിട്ട് ഒരു ഫാമിലി അല്ലെങ്കിൽ വലിയൊരു സംഭവം ഒന്നും എടുക്കാനോ അല്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് ചെയ്യാനൊന്നും മൂപ്പരെടുത്ത് ഫണ്ടൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ളൊരു സംഭവം കൂടിയുണ്ട്. കാരണം മൂപ്പരെ സമ്പാദ്യം മുഴുവൻ എടുത്തിട്ട് ഇവിടെ ഗോൾഡുള്ള മൊത്തം വിറ്റിട്ട് ഇവിടെ ചിലവഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ മൂപ്പർക്ക് ഈ സ്പോൺസേഴ്സ്, അതുപോലെ പണമുള്ള ആൾക്കാർ കൂടുതൽ ഹെൽപ്പ് ചെയ്യുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളും കൂടെ കണ്ടുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ടാവുക, ഇങ്ങനെയുള്ള വീഡിയോസ് ഇടുന്നുണ്ടാകാം. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. അപ്പോൾ അതിലൊരു തെറ്റും ഞാൻ കാണുന്നില്ല. അങ്ങനെയുള്ള വീഡിയോ അയാൾ ഇട്ടോട്ടെ. ആ വീഡിയോകൾ ഇടുന്നത് കൊണ്ട് നല്ലതേ ഉണ്ടാവുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുന്നത് ഞാൻ പറഞ്ഞ പോലെ സ്പോൺസേഴ്സിന് കിട്ടും. ഇനി എനിക്ക് പറയാനുള്ളത്, ഇതിനെ എതിർത്ത് ഇയാളെ വളരെ മോശമായി സംസാരിക്കുന്ന ആൾക്കാരോടാണ്. ഇനിയിപ്പോൾ എന്താ പറയുക, ഞാനിപ്പോൾ പറയുന്നതിനെ കൊണ്ട് അച്ചായൻ്റെ PR കിട്ടിയാന്നൊക്കെ പറയും. ഇപ്പോൾ ഒരു 10 ആളല്ല എൻ്റെ വീഡിയോസിന് അധികം വ്യൂസ് ഒന്നുമില്ല. പക്ഷെ നമ്മളിങ്ങനെ
അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു ക്രൂശിക്കൽ കണ്ടപ്പോൾ എൻ്റെ അഭിപ്രായം അതിനകത്ത് രേഖപ്പെടുത്തണമെന്ന് തോന്നിയുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേര് അത് ചെയ്തോട്ടെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഒരുപാട് നല്ലത് ചെയ്യുന്ന ആൾക്കാർ ഇതിങ്ങനെ വീഡിയോ ഇടാത്ത ആൾക്കാരുണ്ട്. അത് പലർക്കും പല രീതിയിലാണ്. ഓക്കെ, ഇപ്പോൾ ഒരു നന്മ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ വീഡിയോയിൽ ഇതിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് അല്ലെങ്കിൽ നന്മ ചെയ്തുകൊണ്ട് ഇടണ്ട എന്ന് ചിന്തിക്കാതെ, അങ്ങനെ ചിന്തിക്കാതെ, ആ ഒരു ചിന്തയല്ലാതെ ഈ ഒരു മുഖം കാണിക്കാൻ താല്പര്യമില്ലാത്ത ഷൈ ആയിട്ടുള്ള, അതായത് പബ്ലിക്കിന്റെ മുന്നിലേക്ക് വരാൻ ഇഷ്ടമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും സഹായം ചെയ്യുന്നത്. അവരിങ്ങനെ വീഡിയോസ് ഒന്നും ഇടില്ല. അതേസമയം ഇയാൾക്ക് ഒരു പക്ഷേ വേറൊരാളാണെങ്കിൽ കൂടിയും എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സാഹചര്യം, ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരൊക്കെ ചില ചാരിറ്റി ഒക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ സഹായം കൊടുത്തൊരു വീഡിയോ ഇടുന്നില്ലേ. അപ്പോൾ അതും നിങ്ങൾ മനസ്സിലാക്കണം. കാരണം അങ്ങനെയുള്ള ആൾക്കാർ ആ ഒരു ബോബി ചെമ്മണ്ണൂരിൻ്റെ രീതി നിങ്ങൾക്കറിയാം. അയാളെ തന്നെ മാർക്കറ്റ് ചെയ്തുകൊണ്ട് അയാളുടെ ബിസിനസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അയാൾ തന്നെയാണ് അയാളുടെ ബിസിനസിൻ്റെ ബ്രാൻഡ് അംബാസഡർ. അപ്പോൾ അതുപോലെ ഈ അച്ചായൻസ് ഗോൾഡ് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിന് ഇതൊരു ഗുണകരമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബിസിനസ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ അയാളുടെ നല്ല മനസ്സാണെങ്കിൽ നമുക്കറിയില്ല മനുഷ്യൻ്റെ മനസ്സെങ്ങനെയാണെന്നല്ല. അയാൾ ചെയ്തത് വെച്ച് ഇതുവരെ നോക്കുമ്പോൾ അയാൾ ചെയ്ത കാര്യങ്ങളൊക്കെ നല്ല തന്നെയാണ്. അപ്പോൾ അയാൾക്ക് കിട്ടുന്ന തുകയിൽ നിന്ന്, അയാൾക്ക് കിട്ടുന്ന ലാഭങ്ങളിൽ നിന്ന് ഒരു പങ്ക് ഈ പാവപ്പെട്ടവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ്. കാരണം ഇവരൊന്നും സഹായിക്കാൻ ആരും വരുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാരാണ് സഹായിക്കുന്നത്. അല്ലാണ്ട് കോടീശ്വരന്മാരെ പോയിട്ട് അവർക്കൊരു റോൾസ് റോയ്സും കൂടി വാങ്ങി കൊടുക്കുന്ന പരിപാടിയല്ലല്ലോ ഇവിടെ നടക്കുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇയാളങ്ങ് അടച്ചാക്ഷേപിച്ച് ഇയാളിനി പുറത്തേക്ക് ഇറങ്ങാത്ത വിധം അപമാനിക്കുക എന്ന് പറയുന്നത് ഒരു തരം വൃത്തികെട്ട ഏർപ്പാടാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ തളർത്തുന്നതിലൂടെ ഒരുപാട് പേരുണ്ട്. നമ്മളൊക്കെ അത്രയും സുഖശീതളിമയിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്നതുകൊണ്ടൊക്കെയാണ് നമുക്ക് അതിൻ്റെ പ്രശ്നം മനസ്സിലാവാത്തത്. അത് എന്ത് തന്നെ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ആൾക്കാർ അത് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കാരണം പലർക്കും പല രീതിയിലും ഗവൺമെൻറ്റിന് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഗവൺമെൻറ്റിന് ഇത് സാധിക്കാൻ ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടെത്തി പിന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്തു എന്ന് പ്രഖ്യാപിക്കാനല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ആക്ഷൻ എടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ അകത്തൊരു ആക്ഷൻ എടുക്കാൻ തീരുമാനിച്ചാൽ തന്നെ അത് നടപ്പായി കിട്ടാൻ വർഷങ്ങളെടുക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അതായത് ഇങ്ങനെ ഈ വീടും കൂടിയും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ഇതുപോലുള്ള ആൾക്കാർ ഉണ്ടാവുന്നത് കൊണ്ട്, അവരുടെ സഹായങ്ങൾ കൊണ്ട് അവർക്ക് ഉണ്ടാകുന്ന വളരെയധികം ജീവിതത്തിലുണ്ടാകും വളരെയധികം മാറ്റങ്ങൾ, സൗകര്യങ്ങൾ, അതൊക്കെ നമ്മൾ ചിന്തിക്കണം. അത് നമ്മൾ അവരെ ഇങ്ങനെയുള്ള ആൾക്കാരെ വിമർശിക്കുന്നതിലൂടെ എൻ്റെ അഭിപ്രായത്തിൽ ആ ഒരു ഇനീഷ്യേറ്റീവിനെ, ഇങ്ങനെയുള്ള ആൾക്കാർ ചെയ്യുന്ന ഇനീഷ്യേറ്റീവിനെ നമ്മൾ തളർത്തുകയാണ്. ഭാവിയിൽ വേറൊരാൾ ഇതുപോലെ ചെയ്യാം എന്ന് വിചാരിച്ച് ഇറങ്ങി വന്നാൽ കൂടിയും അയാൾക്കൊരു പേടി ഉണ്ടാകുന്ന കണ്ടീഷനിലേക്ക് ഈ ഒരു എന്താ പറയുക, ഈ ഒരു മെൻറ്റാലിറ്റി അവരെ കൊണ്ടെത്തിക്കും. നമ്മളുടെ ഈ പ്രേക്ഷകരുടെ ഈ മെൻറ്റാലിറ്റി, ഇയാളെ കുറ്റം പറയുന്ന തെറി വിളിക്കുന്ന ആൾക്കാരുടെ മെൻറ്റാലിറ്റി കൊണ്ടെത്തിക്കും എന്നതിൽ സംശയമില്ല. നിങ്ങൾക്കറിയാം ഫിറോസ് കുന്നംപറമ്പിലൊക്കെ, അപ്പോൾ എനിക്ക് അവിടെ ഫിറോസ് കുന്നംപറമ്പിൽ എന്തെങ്കിലും ബ്ലാക്ക് വൈറ്റ് ഒക്കെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അത് തെറ്റല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഗുണം കിട്ടിയിട്ടുണ്ട്. ഫിറോസ് കുന്നംപറമ്പിലിൻ്റെ ചാരിറ്റി, നന്മമരം, മറ്റത് മറിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അതിൻ്റെ അകത്ത് വേറെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ട് അതിനകത്ത് ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർക്ക് ചികിത്സ, ഇനി എന്തിപ്പോൾ ഒരു ചികിത്സ, ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഞാൻ എങ്ങനെ ഈ സാധനം ചെയ്യും എന്ന് വിചാരിച്ചിരുന്ന ആൾക്കാർക്കൊക്കെ ഈസി ആയിട്ട് പരിപാടി കഴിഞ്ഞ് പോയിട്ടുണ്ട്. ഓക്കെ, പലരും ജീവിതത്തിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട്. പലരുടെയും സ്വപ്നങ്ങൾ പൂവണിഞ്ഞിട്ടുണ്ട്. പലർക്കും ജീവിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ആൾക്കാർ എണ്ണം വളരെ കൂടുതലാണ്. അപ്പം ഒരുപാട് ഫിറോസ് കുന്നംപറമ്പിൽ ഇതൊക്കെ സ്വാഭാവികം. അങ്ങനെയുള്ള ആൾക്കാർക്കെതിരെ ശക്തമായിട്ടുള്ള ഹെയ്റ്റ് ക്യാമ്പയിൻസ് നടക്കുന്നുള്ളത്. അപ്പോൾ ഞാൻ പറയട്ടെ, ഈ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ആൾക്കാർ, അതുപോലെ അയാൾക്കെതിരെ പറഞ്ഞ ആൾക്കാരെന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും ഇങ്ങനെ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ടോ? അല്ലെ പിന്നെ ആടെ പോയിട്ട് ഒരു ചായെങ്കിലും വാങ്ങി കൊടുത്തിട്ടുള്ള പരിപാടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പറയാം. ഇത് വിമർശിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. വിമർശനങ്ങൾ മാത്രമല്ല, വിമർശിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് വിമർശിക്കാം. ഓക്കെ, ഒരാളെ വിമർശിക്കാം. പക്ഷെ നല്ലൊരു എന്താ പറയുക, ഒരു തോട്ടും കൂടെ നമ്മൾ പുട്ട് ഫോർവേഡ് ചെയ്യണം. എന്നാൽ മാത്രമേ അതിൻ്റെ അകത്ത് ആ വിമർശനത്തിൽ കാര്യമുള്ളൂ. ഇപ്പോൾ അച്ചായൻ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ഇതുപോലുള്ള വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സുതാര്യമായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ചാരിറ്റി ചെയ്യുമ്പോൾ ഒന്നും മറച്ചു വെക്കാനോ അല്ലെങ്കിൽ ഇതാക്കാനോ ശ്രമിക്കരുത്. ശരിയാണ്, ചില കാര്യങ്ങൾ ഇതിലൂടെ നമുക്ക് ബ്ലാക്ക് വൈറ്റ് ആക്കാം. അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒരു പക്ഷേ അതിനകത്ത് നമുക്ക് ഒരുപാട് കമ്മീഷൻ കിട്ടിയേക്കാം. അപ്പോൾ അത്ര എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ ഈ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന വ്യക്തി, അതുപോലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാരെ വിമർശിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഒന്ന് ഉത്തരവാദിത്തപ്പെട്ട രീതിയിൽ ആളെ അങ്ങ് താറടിച്ച് കാണിക്കാതെ കുറച്ചുകൂടി ഒന്ന് മാന്യമായി ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർ കുറച്ചുകൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ പലർക്കും ഉപകാരമുണ്ടാവും എന്നേ പറയാനുള്ളൂ. ഞാൻ ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ വിരുദ്ധാഭിപ്രായവും ഉണ്ട്. അയാൾ ചെയ്ത അച്ചായൻ എന്ന് പറയുന്ന വ്യക്തി ചെയ്ത കാര്യങ്ങളിൽ ചില തെറ്റായിട്ടുള്ള കാര്യങ്ങളുമുണ്ട്, എന്നാൽ ഒരുപാട് നല്ല കാര്യങ്ങളുമുണ്ട്. നമുക്ക് ഇതിന്റെ പുറകിലുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. നമ്മൾ പൂർണ്ണമായിട്ട് ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ നമ്മൾ ഒരിക്കലും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സംഘടനയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ, ഇങ്ങനെയുള്ള ചെയ്യുന്ന ആൾക്കാരെ പൂർണ്ണമായിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്,
അടച്ചാക്ഷേപിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, സോ ഗുഡ് ബൈ.